जन्म 30 जनवरी 1890 को काशी उत्तर प्रदेश में हुआ था. 1890 जनवरी 30 അദ്ദേഹം ഉത്തർപ്രദേശിലെ കാശിയിൽ ജനിച്ചു. ഉൻകെ പിതാ കാ നാം ശ്രീ ദേവി പ്രസാദ് था. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് देवी प्रसाद എന്നായിരുന്നു. हिंदी साहित्य और नाटक में जयशंकर प्रसाद के योगदान को कम नहीं समझ जा सकता है. ഹിന്ദി സാഹിത്യത്തിനും നാടകത്തിനും ജയശങ്കർ പ്രസാദിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാവില്ല. ഉൻകി രചനായും ഹിന്ദി രംഗമഞ്ച് ഇതിഹാസ് में प्रमुख स्थान पर रहती है. ഹിന്ദി നാടക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഒരു പ്രധാന സ്ഥാനം ഉണ്ട്. जयशंकर प्रसाद की प्रमुख कृतियों में उनके कविता संग्रह, कहानियाँ, उपन्यास और नाटक शामिल है. ജയശങ്കർ പ്രസാദിൻ്റെ പ്രധാന കൃതികളിൽ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ, കഥകൾ, നോവലുകൾ, നാടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഉन्होंने ഭാരതീയ സാഹിത്യ में अपनी अद्वितीय पहचान സ്ഥാപിത് की है. ഇന്ത്യൻ സാഹിത്യത്തിൽ അദ്ദേഹം തൻ്റെ തനതായ വ്യക്തിത്വം സ്ഥാപിച്ചു. इन सभी कृतियों में जयशंकर प्रसाद का एक समर्पित और सतत प्रयास देख जा सकता है कि वे मानव जीवन के विभिन्न पहलुओं, भावनाओं और आशाओं को स्पष्ट कर सके. ഈ കൃതികളിലെല്ലാം ജയശങ്കർ പ്രസാദിൻ്റെ സമർപ്പിതവും സുസ്ഥിരവുമായ പരിശ്രമം മനുഷ്യജീവിതത്തിൻ്റെ വിവിധ വശങ്ങളും വികാരങ്ങളും പ്രതീക്ഷകളും വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും. ഉൻകി കൃതിയോം ഹമേ ജീവൻ കി യഥാർത്ഥത और സമ്പൂർണത के प्रति സചേത് करती है. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും സമ്പൂർണതയെയും കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മെ അറിയിക്കുന്നു. അതായത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും സമ്പൂർണതയെയും കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് അറിവ് നൽകുന്നു. ആയിയെ ജാൻതേ ഹേ ജയശങ്കർ പ്രസാദ് കി പ്രസിദ്ധ രചനാओं के बारे में. അതായത് ജയശങ്കർ പ്രസാദിൻ്റെ പ്രധാന കൃതികളെ പരിചയപ്പെടാം. കാമായിനി ജയശങ്കർ പ്രസാദ് की सबसे महत्वपूर्ण कृति മാനി ജാത്തി ഹെ. ജയശങ്കർ പ്രസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് കാമായിനി. യഹ് ഏക് മഹാകാവ്യ ഹെ. ഇതൊരു മഹാകാവ്യമാണ്. ജിസ്മേം മനു और श्रद्धा के बीच की प्रेम कथा को सुंदरता से अभिव्यक्त किया गया है. അതായത് മനുവും ശ്രദ്ധയും തമ്മിലുള്ള പ്രണയകഥ മനോഹരമായി ആവിഷ്കരിച്ച ഇതിഹാസ കൃതിയാണിത്. इस काव्य में मनुष्य के भावनाओं के विकास को दर्शाया गया है. മനുഷ്യൻ്റെ വികാരങ്ങളുടെ പരിണാമം ഈ കവിതയിൽ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇസി രചന के कारण जयशंकर प्रसाद का जीवन परिचय विश्व प्रसिद्ध है. ഈ സൃഷ്ടി കാരണം ജയശങ്കർ പ്രസാദിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് ലോക പ്രസിദ്ധമാണ്. അടുത്ത ആंसू. जयशंकर प्रसाद ने आंसू नाटक में महाभारत की कथा को अपने अद्वितीय शैली में प्रस्तुत किया है. ജയശങ്കർ പ്രസാദിൻ്റെ മഹാഭാരത കഥ തൻ്റെ തനത് ശൈലിയിൽ അവതരിപ്പിച്ച ഒരു കൃതിയാണ് ആंसू. इसमें उन्होंने अपने किरदारों को एक नई दृष्टि दी है. ഇതിൽ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം പുതിയ ഒരു കാഴ്ചപ്പാട് നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. चंद्रगुप्त उनका एक अन्य प्रमुख नाटक है जिसमें चंद्रगुप्त मौर्य और चाणक्य के बीच के संबंधों को स्पष्ट किया गया है. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന നാടകമാണ് ചന്ദ്രഗുപ്ത.